എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 33ാമത്തെ ഡേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ കുഞ്ഞു പെണ്ണിനെ ഉറക്കി ഒന്ന് സെറ്റാക്കിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വൈകുന്നേരമൊക്കെ ആയി. ആ ഒരു സമയത്താണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമ്മുടെ ഒനിയനും അതുപോലെ തന്നെ ലെമണും ആണ് എടുത്തേക്കുന്നത്. ഒരു 4 സ്പൂൺ ഒനിയൻ ജ്യൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്കൊരു 3 സ്പൂൺ നമ്മുടെ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് പാക്ക് അതുപോലെ തന്നെ ഇടുന്നില്ല, അരിച്ചിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ട് ഈസി ആയതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അതുപോലെ തന്നെ പാക്ക് പോലെ ആ ഒരു ഒനിയൻ അടിച്ച് പേസ്റ്റാക്കി അതുപോലെ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അളവെന്ന് ഞാൻ പറയാം. ഒരു 4 സ്പൂൺ ഒനിയൻ ജ്യൂസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 3 സ്പൂൺ ലെമൺ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒനിയൻ ജ്യൂസിൻ്റെ അളവ് നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നു അതിൽ1 സ്പൂൺ കുറച്ചിട്ട് ഈ ഒരു ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് തലേന്ന് നൈറ്റ് സ്കാൽപ്പിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻവേർഷൻ മെത്തേഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എന്തായാലും ഇൻവേർഷൻ മെത്തേഡ് ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തലേന്ന് നൈറ്റൊക്കെ ഓയിൽ സ്കാൽപ്പിൽ വെച്ചിട്ട് കിടക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവേർഷൻ മെത്തേഡും കൂടി അതിൻ്റെ കൂടെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾക്ക് ടൈമുള്ള ഒരു നേരത്ത് എല്ലായിടയിലും ആ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അതിനിപ്പോൾ അങ്ങനെ പ്രത്യേക ടൈമൊന്നുമില്ല. കിടക്കണ നേരത്തോ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്തോ ഇടവേളകളിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒനിയൻ ആണെങ്കിലും ലെമൺ ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഡാൻഡ്രഫ് ഇഷ്യൂസിനെ കളയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ മുടിക്ക് പുതിയ മുടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയുന്നത് ഇത് നമുക്ക് അകാല നരയ്ക്ക് നല്ലതാണ്. ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു അകാല നര അല്ലെങ്കിൽ ആ നരച്ച മുടിയെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മളിപ്പം അകാല നരയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പാക്ക് കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ മുൻപും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്ക് അല്ലാണ്ട് തന്നെ അതിൻ്റെ ഒരു റീസൺസും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു എന്ത് നമുക്ക് അതിന് വേണ്ടി ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ വർക്കാവുന്നുണ്ട്. അതായത് ഈ ഒരു അകാല നര റിവേഴ്സായി വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നില്ല, എന്നാലും കുറേ പേർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്കത് വർക്കാവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളത് ഒരു വീക്ക്ലി ടോയ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ മുൻപ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കായിക്കഴിഞ്ഞാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ഫ്രണ്ട് ഏരിയയിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇതിന് ശേഷം ഒരു മണിക്കൂർ ഇത് നമുക്ക് സ്കാൽപ്പിൽ വെച്ചേക്കാം. അതിന് ശേഷം ഇത് മുടിയുടെ ലെങ്തിലേക്ക് ആവശ്യമില്ല കേട്ടോ, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം മതിയാകും. അതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാലൻസ് വന്നത് ഞാൻ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടത്. അതിന് ശേഷം ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുത്തിട്ട് കെട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യും കേട്ടോ. പിന്നെ തണുപ്പിൻ്റെ പ്രശ്നം ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് എത്ര ടൈമാണോ വെച്ചേക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം അത്രയും സമയം വെച്ചിരുന്നാൽ മതിയാകും. എന്നിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.